LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? അങ്ങനെ ആയിരങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ട്രെൻഡിങ് പാട്ടുകാരായ ഒരു ബ്രാൻഡായി മാറുന്നതിന് മുന്നെയാണ്, വർഷങ്ങൾക്ക് മുന്നേ ഒരു ചാനൽ പരിപാടിയിൽ അവർ പാടിയൊരു പാട്ട് മനോഹരി രാധേ രാധേ കേട്ടു തുടങ്ങിയതാണ്. കേൾക്കുമെന്നല്ലാതെ പാട്ടിനെ പറ്റി കാര്യമായൊന്നും അറിയില്ലെങ്കിലും അസാധ്യമായ ഒത്തുണക്കത്തിൽ ഓറയിൽ അന്നേ അവരുടെ കട്ട ഫാനായതാണ്. നേരിട്ട് കേൾക്കാൻ ഇന്നേ വരെ കഴിഞ്ഞില്ലെങ്കിലും പ്ലേലിസ്റ്റിൽ നന്ദഗോവിന്ദം പാട്ടുകാർ കൂട്ടുകാരാണ്, എവർ ടൈം ഫേവറേറ്റ് ആണ്. അങ്ങനെ വർഷങ്ങൾ നീണ്ട തപസ്സയിൽ കഷ്ടപ്പാടിൽ കഠിനാധ്വാനത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കെട്ടിപ്പടുത്തൊരു ഗാന സാമ്രാജ്യം. ആ ബ്രാൻഡിനെ പൊളിച്ചു കളയാൻ വട്ടം കൂടി അധിക്ഷേപിച്ച് വേട്ടയാടലാണ്. തലച്ചോറിൽ മതവെറി, ആമാശയത്തിൽ വെറുപ്പ് മാത്രം നിറച്ച കുറച്ച് മനുഷ്യവിരുദ്ധർ. അവരുടെ അട്ടിപ്പേർ ഞങ്ങൾക്കെന്നാണ് വർഗീയം നാറുന്ന വർത്താനം. ആ ക്ഷേത്രത്തിന് പുറത്തൊരു പരിപാടിയിൽ ആ നാട് ചോരയിൽ പേറുന്ന സെക്കുലർ പൈതൃകത്തിൽ ട്രിബ്യൂട്ടായ ഒരു ക്രൈസ്തവ ഗാനം പാടിയതാണ് ഈ വേട്ടയ്ക്കുള്ള മഹാപരാധം. അങ്ങ് മാളം വിട്ടിറങ്ങിയില്ലേ, മൂർഖനും വെള്ളിക്കെട്ടൊന്നുമല്ല. രാജവമ്പാലെ തോൽപ്പിക്കുന്ന വിഷപ്പാമ്പുകളുടെ ആർത്തുവളയാട്ടം പത്തിക്കടിച്ച് താഴ്ത്തണം. ദുഷ്ടലക്ഷ്യങ്ങളുടെ മുടിഞ്ഞ പടയാണ് അഗ്രസീവ് ലക്ഷ്യം. നാടിന്റെ സമാധാനത്തിന് വായ്ക്കരി. ആർജവത്തോടെ ക്ഷേത്ര കമ്മിറ്റി പറയുന്നുണ്ട്, ദേശവിളക്കിന് താലപ്പൊലിക്ക് ക്രൈസ്തവനും തിരിതെളിക്കുന്ന നാടാണ്, സ്നേഹമാണ്, സൗഹാർദ്ദമാണ് ഞങ്ങളുടെ ജീവനാടി, അത് തകർത്ത് പിടിക്കല്ലേ. എന്നിട്ട് മടങ്ങുന്നു വൃത്തികേടിന്റെ വായ്ത്താരികൾ. വർഗീയ പോത്തിനും ഏത്തവാഴ എന്ത് കമ്മ്യൂണൽ ഹാർമണി. ശാസ്താവിനെ പാടിയോർക്കുന്ന ഹരിവരാസവൻ പാടിയവന്റെ മതമേതാണ് എന്ന് അത് കേട്ട സന്നിധാനത്ത് കൈകൂപ്പി ഹൃദയം നിറഞ്ഞ ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന ഒരു ഭക്തൻ സ്വപ്നത്തിൽ ആലോചിക്കുവോ? രാത്രി വെളുത്തപ്പോഴേക്ക് വെടിപ്പുരത്തിയിൽ കുറച്ച് പാവങ്ങൾ ചിതറിപ്പോയ വേദനയിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ആദരം പോലും അർപ്പിക്കാത്ത അവന്റെയൊക്കെ ഒരു നന്ദഗോവിന്ദം പാട്ടുവേട്ട. നീയൊക്കെ തടുക്കാമെങ്കിൽ തടുക്ക്. ആ പാട്ട് സംഘം ഇഷ്ടമുള്ള വേദികളിൽ ഇഷ്ടമുള്ള പാട്ട് പാടും. ആ ക്ഷേത്രാങ്കണങ്ങൾ നോമ്പ് തുറക്കൽ വേദിയാകും. ആ പള്ളിപ്പെരുന്നാളിന് പള്ളിക്കെട്ട് പാടും. പാളയംപള്ളിയുടെ ഗേറ്റുകൾ ആറ്റുകാൽക്കാലത്ത് ഇനിയും തുറക്കും വെറുപ്പിന്റെ കൂട്ടങ്ങളെ. ആ കാഴ്ച കണ്ടങ്ങ് വല്ലാത്ത പരവേശമെങ്കിൽ കിടക്കപ്പുറതിയില്ലെങ്കിൽ മഞ്ഞളും വേപ്പും തേക്കണം. മാറുന്നില്ലെങ്കിൽ ഗന്ധകരസായനം. വിട്ടുമാറാത്ത വട്ടച്ചൊരക്കി വെസ്റ്റാ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രാജു പി നായർ, ശ്രീ ഷൈജു ആന്റണി, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ രാജു പി നായർക്ക് പോകുന്നു. രാജു പി നായർ, അതെല്ലാവർക്കും മനസ്സിലായി, ആനക്കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. ആ ക്ഷേത്രത്തിലുള്ളവർക്ക് പ്രശ്നമില്ല, പാട്ട് കേട്ടവർക്ക് പ്രശ്നമില്ല, പാട്ട് പാടിയവർക്ക് പ്രശ്നമില്ല, കേട്ടവർക്ക് ആർക്കും ആനന്ദമല്ലാതെ സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. ഈ വെറുപ്പിന്റെ കൂട്ടരുടെ പ്രശ്നം എന്താണ് രാജു പി നായർ? വെറുപ്പിന്റെ കൂട്ടരുടെ പ്രശ്നം വെറുപ്പ് തന്നെയാണ്, അല്ലാണ്ട് മറ്റൊന്നും അല്ലല്ലോ. ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു അവരുടെ ജീവിത പ്രശ്നത്തിൽ ഈ പറയുന്ന ശശികലയോ RV ബാബുവിനെയോ ഗുരുമൂർത്തി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാഷ്മിക്ക് ഇന്നുവരെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ എവിടെയെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇന്ന് ഇവര് ഈ നാടിനു വേണ്ടി എന്തെങ്കിലും സംസാരിച്ച് കേട്ടിട്ടുണ്ട് ഇവരാരെങ്കിലും? പക്ഷെ എവിടെയെങ്കിലും ഈ ക്ഷേത്രത്തിൽ മലമെറിഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അതിനുവേണ്ടി നടക്കുന്നവരാണിവർ. ഓർമ്മയില്ലേ 2019 മലപ്പുറത്ത് ഒരു ക്ഷേത്ര മുതലിനകത്തേക്ക് മനുഷ്യ അമേദ്യം വലിച്ചെറിഞ്ഞത്? പിടിയിലായത് ആരാ? RSSകാരാണ്. അങ്ങനെ എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയത ഉണ്ടാക്കി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന ചില എന്താ പറയുക ഈച്ചകളാണ് ഇതൊക്കെ. ഇവര് നാടിനെ ഏറ്റവും വലിയ വിഷപ്രാണികളാണ്. അവരെയൊക്കെ ഇപ്പം ഈ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ വിഷപ്പാമ്പുകളൊക്കെ ഇറങ്ങി വരുന്നത്. അതുപോലെ ഇറങ്ങി വരുന്ന കുറച്ച് വിഷപ്പാമ്പുകളുണ്ട്. അവരെവിടെ കിടന്ന് കുരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. ഹാഷ്മി അവരെയൊന്നും നന്ദഗോപൻസിനെയും അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരെയൊന്നും സൈബർ ആക്രമണം കൊണ്ടൊന്നും ഇവർക്ക് തോൽപ്പിക്കാന്ന് വിചാരിക്കരുത്. അവരൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, ആ പാട്ട് പാടിയപ്പോൾ അവിടെ ഇരുന്ന മനുഷ്യർ മുഴുവൻ കൈയടിച്ച് അവര് ഒരു പ്രോത്സാഹിപ്പിക്കരുന്നില്ലേ ഭക്തിസാന്ദ്രമായിട്ട്? എവിടെയോ കുഴപ്പം? കേരളം അങ്ങനെയല്ലേ? കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു
മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും നല്ലൊരു കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോൾ പുതുതായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന് കുറെ പേര് പറയാം, നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ഹിന്ദു ഗാനം പാടാൻ പറ്റുമോ? ദാ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പാടുന്ന പാട്ടുകൾ ഉൾപ്പെടെ എത്ര ഞാനൊക്കെ അമ്പലത്തിൽ ആ ചൊറിച്ചിൽ നേരത്തെ ഉള്ളിലടക്കി വെച്ചെങ്കിൽ ഇപ്പോൾ അത് പുറത്തു പറയുന്നു. എന്താണ് പുറത്തു പറയുന്നത്? ഈ പറയുന്ന പായസത്തിൽ എന്തോ ചിക്കൻ മസാലയുടെ കാര്യം, നന്ദ കുന്തിരിക്കം ഭജന അധിക്ഷേപിക്കൽ, അത് പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നതാണ് പ്രശ്നം. രാജു പി നായർ, അത് അവർ ഉള്ളി വെച്ചോട്ടെ, ഉള്ളി വെച്ച് ചൊറിഞ്ഞോട്ടെ. അല്ല, അതിന് മരുന്നില്ല ഹാഷ്മി. കാരണം നമുക്ക് പറയില്ലേ, ഇപ്പൊ ചില ആൾക്കാരോട് ചിലപ്പോ നമുക്ക് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ മറ്റൊരു രീതിയിലൊന്നും കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും അനുവദിക്കാത്തൊരു സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെയൊക്കെ വേറെ രീതിയിൽ കൈകാര്യം ചെയ്തു പോയാൽ. അതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ മനുഷ്യരായിട്ടുള്ളവരെല്ലാം ഈ മതസ്വാതന്ത്ര്യത്തിലും അല്ലെങ്കിൽ പരസ്പരപരമുള്ള വിശ്വാസത്തിലും അതല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരും എല്ലാത്തിനും കൊടുത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവരൊക്കെ എത്ര വിചാരിച്ച നടക്കും? ഒരു ഇത് നടക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്രമാത്രം വലിയ സംവിധാനവും എല്ലാം വന്നിട്ട് ഇന്നും കേരളത്തിൽ ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നിയമസഭയിൽ. ആ കൂടി ഒരു പ്രാവശ്യം അബദ്ധത്തിൽ സംഭവിച്ചു. എത്രയൊക്കെ കാണിച്ചിട്ട് നടക്കാത്തതിന്റെ കാര്യം ഇവർ നാടിന്റെ ശത്രുക്കളാണെന്ന് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയുന്നവരാണ് മലയാളികൾ. നാടിന്റെ ശത്രുക്കൾ. ആ നാടിന്റെ ശത്രുക്കളെ ശത്രുക്കളായി തന്നെയാണ് അവർ കാണുന്നത്. ഏതെങ്കിലും ശത്രുവൊക്കെ അവിടെ നിന്ന് കുറെ വാവിട്ട് അലച്ചു കഴിഞ്ഞാൽ വട്ടന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. നമ്മൾ ഈ പറയുന്ന മാതിരി ഈ വഴിയിൽ പോകുമ്പോൾ ഏതെങ്കിലും കവലയിൽ നിന്ന് കള്ളു കുടിച്ച് തെറി പറയുന്നവരെ നമ്മൾ മൈൻഡ് ചെയ്യുമോ? നമ്മൾ നമ്മുടെ വഴിക്ക് നടന്നു പോകും. കേരളത്തിന്റെ വഴിക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഇതൊന്നുമില്ലാത്തവനും ഇഴുകിച്ചേർന്ന് ഓണവും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിച്ച് അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് ചേർന്ന് കേരളം മുന്നോട്ട് പോകും. ആ പോകുന്ന വഴിക്ക് കുറെ എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും കടന്ന് ഇങ്ങനെ കടന്ന് ചെലച്ചുകൊണ്ടിരിക്കും. ആ ചെലച്ചയിൽ കടന്നൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല. നമ്മൾ ചിലപ്പോൾ മറുപടി കൊടുക്കേണ്ടിടത്തൊക്കെ നമ്മൾ മറുപടി കൊടുക്കും. അത്ര മറുപടി കൊടുത്തു എന്നല്ലാണ്ട് ഇതൊന്നും നമ്മുടെ നാടിനൊന്നും പോറലേൽപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. അശ്വിൻ, ശരി. വിദ്യാസാഗർ ഗുരുമൂർത്തിയിലേക്ക് എത്താമെന്ന് കരുതുന്നു. ശ്രീ ഷൈജു ആന്റണി, ഇവിടെ പായസത്തിന്റെയും ചിക്കൻ മസാലയുടെയും കാര്യമൊക്കെ പറയുന്നത് ആരാണ്? വാ തുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞ് ശീലിച്ച ഒരാൾ, വർഗീയവാദി എന്നതിൽ വലിയ അഭിമാനം കൊള്ളുന്ന ഒരാൾ. അപ്പോൾ അവർ കരുതുന്നത് എന്താണ്? ഈ പാൽപ്പായസമാണ് വർഗീയത, ഈ പറയുന്ന എന്താണ് വെറുപ്പ്, ഈ പറയുന്ന ദുഷ്ടത, ഇതൊക്കെ പാൽപ്പായസം എന്നാണ് അവർ കരുതി വെക്കുന്നത്. അങ്ങനെയെങ്കിൽ കഷ്ടം. ഷൈജു ആന്റണി, അതല്ലാതെ എന്തു പറയാനാണ് ഹാഷ്മി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് പാൽപ്പായസം എന്താണ്, ചിക്കൻ മസാല എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കേരളത്തിൽ മതേതരത്വവും മതസൗഹാർദ്ദവുമാണ് പാൽപ്പായസം. ആ വിവരം അവർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത്. ഈ കേരളത്തിൻ്റെ ഒരു ചരിത്രം എന്താണ്? കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിനകത്ത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇഴുകിച്ചേർന്ന് പരസ്പരം സഹകരിച്ച് ജീവിച്ചിരുന്ന ഒരു ചരിത്രത്തിന് മാറ്റമുണ്ടാക്കാൻ, ഒരു അപനിർമ്മിതി ഉണ്ടാക്കാനുള്ള ഇവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ബാക്കിയെല്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സീറോ മലബാർ സഭയിലെ ഒരു അംഗമാണ്. സീറോ മലബാർ സഭയിൽ പണ്ട് സുറിയാനി ഭാഷയിലാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. അത് മലയാളത്തിലേക്ക് കുർബാന പുസ്തകം ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അകത്ത് തിയോളജീഷ്യൻസായ കുറച്ച് അച്ഛന്മാരും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും മലയാള ഭാഷ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ടിനെ വെച്ചു. അത് ജി ശങ്കരക്കുറുപ്പായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കുർബാന പുസ്തകം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജി ശങ്കരക്കുറുപ്പിനെ വെച്ച നാടാണത്. എന്തുമാത്രമല്ല, ഞങ്ങളൊക്കെ പള്ളി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഇന്നും ഈ പള്ളിയിൽ വരുന്ന ആർക്കും അറിയാത്ത ഒരു പാട്ട്, എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ഇതൊരു സിനിമാ പാട്ടാണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ഈ പാട്ട് എഴുതിയത് വയലാർ രാമവർമ്മയാണ്. ഈ പാട്ടിന് ഈണം നൽകിയത് ദേവരാജൻ മാഷാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയൊരു പാട്ടുണ്ട്, ഒരു കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്. അപ്പം എങ്ങനെയാണ് ഈ സമൂഹം വളർന്നു വന്നത്? ഈ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് മതസൗഹാർദ്ദം ഉണ്ടായത്? മനുഷ്യരിൽ എറണാകുളത്ത് കലാഭവൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നുണ്ട്. ആ പ്രസ്ഥാനം നടത്തിയിരുന്നത് ആബേലച്ചനാണ്. ആബേലച്ചൻ്റെ കലാഭവൻ ഈ മലയാളത്തിന് സമ്മാനിച്ച എത്ര അതുല്യ പ്രതിഭകളുണ്ട്. സിദ്ദിഖും ലാലും ജയറാം,
നിങ്ങൾ ഈ സിനിമയിൽ ഇന്നത്തെ കാലത്ത് പ്രഗത്ഭരായി നിൽക്കുന്ന മിക്കവാറും എല്ലാവരെയും എടുത്താൽ അവരെല്ലാവരും ഈ കലാഭവൻ സമ്മാനിച്ചവരാണ്. കലാഭവൻ റഹ്മാൻ എൻ്റെ ഭാര്യാപിതാവാണ്. കൂട്ടത്തിൽ പറഞ്ഞ കലാഭവൻ റഹ്മാൻ എൻ്റെ ഭാര്യാപിതാവാണ്. കലാഭവൻ റഹ്മാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ആബേലച്ചൻ്റെ പ്രസ്ഥാനമാണെന്ന്. ആബേലച്ചൻ ആ പ്രസ്ഥാനം നടത്തിയപ്പോൾ ഇതിനകത്ത് ഒരു മുസ്ലിം വന്നാൽ പറ്റൂല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രമേ ഞങ്ങൾ കലാകാരന്മാരാക്കുള്ളൂ എന്നൊന്നും തീരുമാനിച്ചിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം. അപ്പോൾ എത്രമാത്രം മതസൗഹാർദ്ദത്തോടു കൂടി പരസ്പരം ചരിത്രം വായിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പഴയ കർദിനാൾ RSSൻ്റെ സമ്മേളനത്തിൽ 2 വട്ടം പ്രസംഗിച്ചതായി കാണാം. RSSൻ്റെ സമ്മേളനത്തിൽ, ശിവക്ഷേത്രത്തിൻ്റെ പൊതുയോഗത്തിൽ സംസാരിച്ചതായി കാണാം. എങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞു ഇഴുകിച്ചേർന്ന് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യരെ ഇങ്ങോട്ട് മാറ്റുന്നത് ഇവർക്കുള്ള വെറുപ്പ് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് മതവെറിയിലൂന്നിയ രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയമാണ്. ഇങ്ങനെ ആയിരുന്നില്ല, RSS പോലും ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലത്തായി രാഷ്ട്രീയ മേൽക്കോയ്മയുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം മതവെറി പരത്തുന്നു എന്നുള്ളിടത്താണ് നമ്മളെല്ലാം വലിയ അത്ഭുതത്തോടു കൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് മതവെറി, എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ പള്ളിയിലെ കൈക്കാരനായിരുന്ന ആളാണ്. പള്ളിപ്പെരുന്നാളിന് ഒരു ചെണ്ടമേളക്കാരനെ വിളിക്കുമ്പോൾ നിങ്ങളിൽ ക്രിസ്ത്യാനി എത്രയുണ്ട്, മുസ്ലിം എത്രയുണ്ട്, ഹിന്ദു എത്രയുണ്ടെന്ന് ചോദിച്ചിട്ട് വിളിക്കാറില്ല. പള്ളിപ്പെരുന്നാളിന് ഒരു ഗാനമേള ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാടാൻ പോകുന്ന പാട്ടുകളുടെ പേരും വിവരവും തരൂ എന്ന് ചോദിക്കാറില്ല. പാടുന്നവരിൽ എത്ര പേർ ക്രിസ്ത്യാനികൾ, എത്ര പേർ ഹിന്ദുക്കൾ എന്ന് ചോദിക്കാറില്ല. പള്ളിപ്പെരുന്നാളിൻ്റെ കൊയറിൽ പോലും അക്രൈസ്തവരായ ആളുകൾ പങ്കെടുക്കാറുണ്ട്. കൊയറിൽ കുർബാനയിൽ പാടാറുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഒരു ഭജന ആലപിച്ചപ്പോൾ അതിനെ നിങ്ങൾ പാൽപ്പായസത്തിൽ എന്തോ ചിക്കൻ മസാല കലർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവരെയൊക്കെ എന്തെന്നാണ് വിളിക്കേണ്ടത്, എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ സമൂഹത്തിൽ പഠിച്ചിറങ്ങിയവരല്ലേ അവർ. ആ നവീൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ ആ സ്കൂളിൽ പഠിച്ചതാണ്. എന്നെ പഠിപ്പിച്ചത് ഏത് ടീച്ചർമാരാണെന്നറിയില്ല, വിവിധ മതക്കാരായ ടീച്ചർമാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. നവീൻ ഇപ്പോഴും നവീൻ തന്നെയാണ്. നവീൻ ജോസഫ് ആയില്ല, നവീൻ മുഹമ്മദ് ആയില്ല, നവീൻ ഇപ്പോഴും നവീൻ തന്നെയാണെന്നേ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവർക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങനെ പറയില്ലല്ലോ. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് RSSൻ്റെ ഒരു പോഷക ഭജന സംഘമല്ല. അവരെ വളർത്തിക്കൊണ്ടുവന്നത് അവരുടെ കഠിനാധ്വാനം മാത്രമാണ്, അല്ലാതെ RSS അവരെ വളർത്തിക്കൊണ്ടുവന്നതല്ല. ഇന്ന് ആ ക്ഷേത്ര കമ്മിറ്റിയുടെ വേമ്പിംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ കൺവീനറുടെ ആ വാർത്താക്കുറിപ്പിൽ വരി ഇങ്ങനെയാണ്. അതായത് ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്കിന് നമ്മൾ വിളക്ക് കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയരികിൽ തിരിതെളിക്കാറുണ്ട്. എല്ലാ വർഷവും നടക്കുന്നതാണ്. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായം, ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാനം പാടുന്ന ഞങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു ദേശത്തെ ഇത്തരത്തിലുള്ള വിവാദം ഇളക്കി വിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ അവസരത്തിൽ പറയാനുള്ളൂ. ആ ക്ഷേത്ര കമ്മിറ്റി കൺവീനർ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണെന്നേ പ്രശ്നം ശ്രീ ഗുരുമൂർത്തി? എനിക്കെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഈ വിഷയം എന്നെ അറിയിക്കുന്നത് അവിടെ ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത 3 പേർ എനിക്ക് വീഡിയോ അയച്ചു തന്നു അവിടുന്ന്. അപ്പോൾ ആ വീഡിയോയിൽ നോക്കുമ്പോൾ നവീൻ പറയുകയാണ്, ഞങ്ങൾ പഠിച്ച സ്കൂളാണിവിടെ, ഞങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് അനുവദിച്ചത് അവരുടെ പള്ളി വകയുള്ള സ്ഥലത്താണ്. അപ്പോൾ അതിന് അവർക്കൊരു താങ്ക്സ് ഗിവിങ് ആയിട്ടൊരു പാട്ട് പാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ശരി, ജനങ്ങളെല്ലാം ശരിയെന്നു. ഹിന്ദുക്കൾ ആണ് ഈ ലോകത്തെ, ക്രിസ്തു മതം എന്ന് മുതലാണ് സഹിഷ്ണുത പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ പറഞ്ഞല്ലോ, അൽമായക്കാരൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ അറിവിലേക്കായിട്ട് പറയാണ്. ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ഹാഷ്മിയോട് പറയാൻ, ഹാഷ്മിയുടെ ചർച്ചയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇടയ്ക്ക് കയറി പറയരുത്. അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് അവർ പറയാതിരിക്കാൻ ഹാഷ്മി ഉറപ്പ് വരുത്തണം. അതായത്
ഗോവൻ ഇൻക്വിസിഷൻ എന്ന പുസ്തകം അത് ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് പേജുള്ള ഗോവൻ ഇൻക്വിസിഷൻ എഴുതിയത് RSSകാരനുമല്ല, ഞാനുമല്ല. പിന്നെ ഞാൻ RSSൻ്റെ ഏതെങ്കിലും ഒരു വക്താവ് പറഞ്ഞ പ്രസ്താവന, ചിക്കൻ മസാലയുടെ പ്രസ്താവന ഞാൻ പറഞ്ഞല്ല. ഞാൻ 4 വരിയാണ് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ കൂടെ വളർന്ന് ഹിന്ദുക്കളുടെ ക്ഷേത്ര പരിപാടികൾ പാടി പേരും പ്രശസ്തിയുമായ ശേഷം ക്ഷേത്ര പരിപാടികളിൽ, വളരെ വ്യക്തമായിട്ട് പറയും, ക്ഷേത്രത്തിൻ്റെ പരിപാടികളിൽ ഹല്ലേലൂയ പാടുന്നത് വലിയ തെറ്റാണ്. മാത്രവുമല്ല, നമുക്കറിയാം ക്രിസ്തു മതം എത്രത്തോളം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളത്. ഞാൻ ഒറ്റ കാര്യം വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംവാദകനുമായ ശ്രീജിത്ത് പണിക്കർ എന്ന് ഷെയർ ചെയ്തൊരു കാര്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. നെയ്യാറ്റിങ്കര ഡയോസിസ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറപ്പെടുവിച്ച ഒരു ഇടലേഖനം പോലെ ഒരു നിർബന്ധിതമായൊരു രേഖ ഞാൻ വായിക്കാം. ആ രേഖ വൈദികർക്കും സന്യസ്തർക്കും ക്രിസ്തീയ സഹോദരങ്ങൾക്കുള്ളതാണ്. ഡയോസിസ് ഓഫ് നെയ്യാറ്റിങ്കര. അതിൽ അവർ പറഞ്ഞൊരു പോയിൻ്റ്, അതിൽ 7ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കുരിശടി തിരുനാളുകൾ. 6ാമത്തെ പോയിൻ്റ് കുരിശടി തിരുനാളുകളാണ്. 7ാമത്തെ പോയിൻ്റ്, ഇതോടൊപ്പം കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്ത വാദ്യോപകരണങ്ങളായ നെയ്യാണ്ടിമേളം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം തുടങ്ങിയവ കർശനമായും ഒഴിവാക്കേണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡയോസിസ് ഓഫ് നെയ്യാറ്റിങ്കര അതിൽ ആ തുടക്കത്തിൽ പറഞ്ഞത് 2ാം വാറ്റിക്കൻ കൗൺസിൽ ഒന്ന് കേൾക്കും ഹാഷ്മി, ദയവ് ചെയ്തിട്ട് ഡോണ്ട് മേക്ക് എ പാൻഡിമോണിയം ഹിയർ. മറ്റുള്ളവർ പറയുമ്പോൾ അങ്ങ് ഇടപെട്ടില്ല, ഞാൻ പറയുമ്പോൾ ഇടപെടാൻ പാടില്ല. 2ാം കേൾക്കൂ. ഈ ചെണ്ടമേളം, പഞ്ചാരിമേളം തുടങ്ങിയതൊന്നും, ശിങ്കാരിമേളമൊന്നും കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന്, അതെന്താണ് ഈ കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചെണ്ടമേളത്തിനോട് അയിത്തം വരാൻ കാരണം? ഇതൊരു സൂചകമാണ്, ഒന്ന്. 2ാമത്തത്, ഹിന്ദുക്കളുടെ തുളസിത്തറയും ഹിന്ദുക്കളുടെ ദേവതാ വിശേഷങ്ങളെയും നാടിൻ്റെ 4 മൂലയ്ക്കും മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞതിനെപ്പറ്റി ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് ക്രിസ്തുമതത്തോട് തുടക്കത്തിൽ വളരെയധികം അവമതിപ്പ് വരാനുള്ള കാരണം ഹിന്ദുക്കളുടെ ദേവതകളെ പിശാചുക്കളായിട്ട് ഇവർ വിളിച്ചു പറയുന്ന അനേകം അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിൽ, അത് ബ്രിട്ടീഷുകാർ നടത്തിയ ഹൈസ്കൂളാണ്, ഹൈസ്കൂളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരും പെട്ടെന്ന് വലിയ സ്നേഹം നിറച്ച് പറയണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ആകെ നമ്മൾ പറഞ്ഞത് ഗാനമേളയ്ക്ക് മാർക്കോസോ യേശുദാസോ ഒക്കെ അമ്പലത്തിൻ്റെ ഗാനമേളയ്ക്കും പാടാറുണ്ട്, പള്ളിയുടെ പെരുന്നാളിൻ്റെ ഗ്രൗണ്ടിലും പാടാറുണ്ട്, അവിടെ പള്ളിക്കെട്ടും പാടാറുണ്ട്. ഇവിടെ ഇസ്രായേൽ നാഥൻ അതൊക്കെ നമ്മൾ കൈയടിച്ച് പാടുന്ന പോട്ടെ, സ്നേഹദൂതർ പാടി എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞത്, ഇവിടെ വിമർശിക്കപ്പെട്ടത് ക്രിസ്തു മതമല്ല, വിമർശിക്കപ്പെട്ടത് ഇസ്ലാം മതമല്ല, വിമർശിക്കപ്പെട്ടത് നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിനെ, ഒരു ഷിഫ്റ്റിനെ ഞാൻ ചൂണ്ടിക്കാണിക്കുക ചെയ്തത്. ആ ഷിഫ്റ്റ് ആശാസ്യമല്ല. എന്തെന്നാൽ ഇപ്പോൾ ക്ഷേത്രമല്ലാതെ, ഇപ്പോൾ ഇതേ നന്ദഗോവിന്ദം ഭജൻസ് തുടങ്ങി അവർ വലിയ ഓളം ഉണ്ടാക്കിയ സമയത്ത് ഇവിടുത്തെ ശരാശരി CPMകാരനും ഇവിടുത്തെ ശരാശരി ഭീകരവാദി പ്രസ്ഥാനങ്ങളും എല്ലാം അവരുടെ ഭജനയ്ക്ക് താഴെ വന്നിട്ട് അവർക്കെതിരെ ഇട്ട കമൻറ്റുകൾ സ്ക്രീൻഷോട്ട് ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരാം. എന്ന് വെച്ചാൽ ഇവിടെ വളരെ സവർണരുടെ ഒരു ഉത്സവമായിട്ട് കൊണ്ടുനടക്കുകയാണ്. ഇതിനെ അങ്ങേറ്റ് വിമർശിച്ചവരാണ്. ഇപ്പോൾ എല്ലാവരും നന്ദഗോവിന്ദം ഭജൻസ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതായത് ഇവരെ വളർത്തിയത് ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അവർ പാടുന്നത് ഒന്നാമത് ക്ഷേത്ര മതിൽക്കകത്ത്, അത് നുണയാണ് പറയുന്നത്, അത് നുണയാണ് പറയുന്നത്, ക്ഷേത്രത്തിനകത്തല്ല എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്താണ് എന്ന് ആ ക്ഷേത്ര കമ്മിറ്റി തന്നെ പറയുന്നു. ആ ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല, പാട്ട് കേട്ടവർക്ക് പ്രശ്നമില്ല, പാട്ട് പാടിയവർക്ക് പ്രശ്നമില്ല, ആർക്കുമില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പാൻഡിമോണിയം? അവർക്കില്ലാത്ത പാൻഡിമോണിയം നിങ്ങൾക്ക് എന്തിനാണ് വിദ്യാസാഗർ ഗുരുമൂർത്തി? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാൻഡിമോണിയം മീൻസ് ഈ ചെകുത്താന്മാരുടെ സമ്മേളനം പോലെ ഒച്ചയുണ്ടാക്കുന്ന പറഞ്ഞു, നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കൂ. അതന്നെ ചോദിക്കുന്നത്, അവർക്കില്ലാത്ത പാൻഡിമോണിയം നിങ്ങൾക്ക് എന്തിനാണ്? ഞാൻ നന്ദഗോവിന്ദൻ അതിലേക്കാ പറയുന്നത്, അതിലേക്കാ there was no pandemonium at all. പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ നന്ദഗോവിന്ദൻ ഭജൻസിന് ഇതാ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വരുത്തിയിരിക്കുന്നു എന്ന് എൻ്റെ സമുദായത്തോട്, അതായത് ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന വിശ്വാസി സമൂഹത്തോട് മാത്രം. ഇവിടെ പള്ളിയിലച്ചന്മാർ ഇടലേഖനം ഇറക്കുന്ന പോലെ തന്നെ ഞങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല ഇവിടെ. ഓക്കെ രാഹുൽ ഈശ്വർ, ഇവർക്ക് സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്കൾ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഈശ്വർ അതേ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അതേ വിശ്വാസത്തെ അഭിമാനം മുറുകെ പിടിക്കുന്ന ആളാണ്. ശ്രീ രാഹുൽ ഈശ്വർ, അവർക്ക് അവൻ ഇപ്പോൾ എന്താണ് എല്ലാമാണ്. ഇപ്പോൾ ഈ പറയുന്ന നവീൻ ആ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. പ്രിയപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ, അധ്യാപകരൊക്കെ അവിടെയുണ്ട്. എന്തുകൊണ്ട് ഒരു ക്രൈസ്തവ ഭക്തിഗാനം അവിടെ പാടുന്നു എന്ന് നവീന വേദിയിൽ പറയുന്നുണ്ട്. പാടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വലിയ സന്തോഷത്തോടെ, ഹൃദയവികാരത്തോടെ പാടൂ എന്ന് അവിടെ കൂടിയിരിക്കുന്നവർ പറയുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റിക്ക് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല.
അവരാണോ പാൻഡിമോണിയം ഉണ്ടാക്കുന്നത്? അതിനെ ഈ പറയുന്ന എന്താണ് പായസത്തിൽ ഈ ചിക്കൻ ചേരുവ ചേർക്കുന്നതെന്നും അല്ലെങ്കിൽ നന്ദ കുന്തിരിക്കം ഭജൻസ് എന്നും അധിക്ഷേപിക്കുന്നവരാണോ പാൻഡിമോണിയം ഉണ്ടാക്കുന്നത്? രാഹുൽ, ഹാഷ്മി, 3 കാര്യങ്ങൾ. ഇത് ഹാഷ്മിക്ക് ഫോട്ടോ കാണാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഹാഷ്മി കാണേണ്ടത് ഇത് ബേലൂർ മഠത്തിൽ നിന്നുള്ള ഫോട്ടോ ആണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയായ സ്വാമി വിവേകാനന്ദന്റെ ആശ്രമമാണ് ബേലൂർ മഠം. ആ ബേലൂർ മഠത്തിലാണ് ഇന്ത്യ കാണുന്ന ഏറ്റവും മികച്ച ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുന്നത്. അതായത് ഹിന്ദു സന്യാസിമാർ അമ്മ കന്യാമറിയത്തിന്റെ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ ആശ്രമത്തിനുള്ളിൽ കൊണ്ടുപോയി അതിനു ചുറ്റും ആരതി ഒഴിയുന്ന മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് ബേലൂർ മഠത്തിൽ കാണാം. ഇന്ത്യയുടെ 5000 വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സന്യാസിമാരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലാണ്, അദ്ദേഹത്തിന്റെ ഹിന്ദു ആശ്രമത്തിലാണ് ഏറ്റവും മികച്ച രീതിയിൽ ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻസ് ആഘോഷിക്കുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. കോടിക്കണക്കിന് ഭക്തർ സ്വാമി അയ്യപ്പനെ തേടി ശബരിമലയിലേക്ക് വരുമ്പോൾ, എന്തിന് ഇന്ത്യൻ പ്രസിഡന്റായ ദ്രൗപദി മുർമു ശബരിമലയിലേക്ക് വരുമ്പോൾ അയ്യപ്പൻ പറഞ്ഞതുപോലെ തന്റെ മുസ്ലിം സുഹൃത്തായ വാവരുടെ നടയിൽ ദ്രൗപദി മുർമു വന്നപ്പോഴും വാവർ നടയിൽ ചെന്ന് അവിടുത്തെ അയ്യപ്പന്റെ സുഹൃത്തായ വാവറിന്റെ പിൻതലമുറക്കാരനായ മുസൽമാനെ വണങ്ങി അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് സ്വാമി അയ്യപ്പനെ കാണാൻ വന്നത്. കോടിക്കണക്കിന് ഹിന്ദുക്കൾ മുസ്ലിമായ വാവരെയും ക്രിസ്ത്യാനിയായ വെളുത്തയും പ്രണമിച്ചു തന്നെയാണ് സ്വാമി അയ്യപ്പനെ കാണുന്നത്. ഈ നാടിന്റെ മഹത്വവും ഐക്യവും ബഹുസ്വരതയും അതാണ് ഇന്ത്യയെ വിശ്വഗുരുവാക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് പറയുകയുണ്ടായി, ലോകം കണ്ട ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദിയും അത് പ്രായോഗിക തലത്തിൽ എത്തിച്ച വ്യക്തിയുമായിരുന്നു ഗാന്ധിജി. തന്റെ പ്രസംഗങ്ങളിൽ പരിശുദ്ധ ഖുറാൻ കോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഖുറാൻ സൂക്തങ്ങൾ വായിച്ചുകൊണ്ട് പരിശുദ്ധ ബൈബിൾ വായിച്ചുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി പല പരിപാടികളും തുടങ്ങിയിരുന്നത്, അല്ലെങ്കിൽ പല പ്രോഗ്രാംസും തുടങ്ങിയിരുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ, അതായത് മാർട്ടിൻ ലൂതർ കിങ് എന്ന കറുത്തവന്റെ വിപ്ലവകാരി കറുത്തവരെ വിമോചിച്ച മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രിസ്തുമാർഗി ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല, മറ്റൊരു സമുദായത്തിൽ നിന്നാണ് വന്നതെന്നാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നത്. ഹാഷ്മിയുടെ പരിപാടിയിൽ തന്നെ ഞാൻ മുമ്പ് കോട്ട് ചെയ്തിട്ടുള്ളതുപോലെ MJ അക്ബർ, നമ്മുടെ നരേന്ദ്രമോദിജിയുടെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ മന്ത്രിയുമായിരുന്ന പെഹൽഗാം ഓപ്പറേഷൻ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. പെഹൽഗാമിന് ശേഷം ഇന്ത്യ ലോകത്തോട് നമ്മുടെ നിലപാട് പറയാൻ ശശി തരൂറിനോടൊപ്പം വിട്ടതൊക്കെ ശ്രീ MJ അക്ബറിനെയാണ്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജിഹാദി ധർമ്മയുദ്ധക്കാരൻ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു എന്നാണ്. ഈ മതസമന്വയത്തിന്റെ സമവായത്തിന്റെ പാതയാണ് ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായ ഇന്ത്യയെ വിശ്വഗുരുവാക്കുന്നത്. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, പല ഹിന്ദു കോസുകൾക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾക്ക് ശബരിമല പ്രക്ഷോഭ കാലത്തും ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദര സമുദായങ്ങളിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മഹത്വമല്ലേ അത്? നമ്മളല്ല, അപ്പം ഞാനടക്കം നമ്മുടെ പല തലമുറകൾ ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് പഠിച്ചത്. നമ്മുടെ നാട്ടിലെ ആരോഗ്യം, ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം, എല്ലാ കാര്യത്തിനും ഏറ്റവും സംഭാവന ചെയ്തത് ആരാണ്? നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. ശ്രീ ഷൈജു ആന്റണിയോടോ അല്ലെങ്കിൽ അയ്യപ്പന്റെ സുഹൃത്തായ വെളുത്തച്ഛനോടോ അടക്കം നമ്മൾ അവരോട് നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ നാടിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ഐക്യമാണ്, ഒരുമയാണ്, ഒരുമിച്ച് ചേരല. അത് സ്വാമി അയ്യപ്പനിൽ കാണാം, വിവേകാനന്ദ സ്വാമിയിൽ കാണാം, മഹാത്മാഗാന്ധിയിൽ കാണാം. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് രാജു പി നായർ സാർ പറഞ്ഞ 99% യോജിപ്പാണ്, 1% വിയോജിപ്പ്. അദ്ദേഹത്തെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, സൗഹൃദം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈ തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. ഗാന്ധിജിയുടെ പാതയിലേക്കോ വിവേകാനന്ദ സ്വാമിയുടെ പാതയിലേക്കോ. അതെങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും കുരുപൊട്ടുകയും ഈ പറയുന്ന പാൽപ്പായസത്തിലെ ഇറച്ചിക്കരുടെ കാര്യം ഓർമ്മ വരുന്നവരെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക? അവിടെയാണ് ആരും ഞാൻ ഈ കുരുപൊട്ട അവർ ബോധമില്ലാതെ പറയുന്നതാണെന്നാണോ രാഹുൽ വിചാരിക്കുന്നത്? അല്ല, അവർ ബോധപൂർവ്വം പറയുന്ന. അല്ലല്ല, ഇവിടെ നമ്മൾ ശശികല ടീച്ചറിനെ ഇപ്പം പല ആൾക്കാരും മോശം വാക്കുകൾ വിളിക്കുന്നുണ്ട്. ശശികല ടീച്ചർ തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നന്മ പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ശശികല ടീച്ചർ. ശശികല ടീച്ചർ ആകട്ടെ, ശ്രീ RV ബാബു ആകട്ടെ, ശ്രീ അനിൽ വിളയിലാകട്ടെ, ഈ എതിർ പറയുന്നവരെ നമുക്ക് യോജിപ്പിച്ച് ഒരു സമവായത്തിന്റെ പാതയെ കൊണ്ടുവന്നൂടെ? ഈ നന്ദഗോവിന്ദം ഭജൻസ് തന്നെ നമ്മുടെ ഹിന്ദു ഭജന ഭക്തിഗാന പരിസരത്ത് നിന്ന് ഉയർന്നു വന്ന് അവർ നാളെ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളോ മുസ്ലിം ഭക്തിഗാനങ്ങളോ പാടിയാൽ അത് നമ്മുടെ പൊതു നന്മയുടെ ഭാഗമല്ലേ? അങ്ങ് ശ്രീ ഹാഷ്മി പറഞ്ഞത് വളരെ പ്രധാനമാണ്. അമ്പലത്തിന്, അതായത് ഈ അമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ വെച്ചല്ലല്ലോ ഇത് പാടുന്നത്, അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം അമ്പലത്തിലെ ദേവത അല്ലെങ്കിൽ മൂർത്തി, ആ മൂർത്തിയെ ആദരിച്ചുകൊണ്ട് സർവ്വദേവ നമസ്കാരം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. വിവേകാനന്ദ സ്വാമി കൃത്യമായി നമ്മുടെ നിലപാട് പറയുന്നത് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നാണ്. അതായത് സത്യം ഒന്നാണ്, ദൈവം ഒന്നാണ്. പക്ഷേ വ്യത്യസ്ത മതങ്ങൾ, പണ്ഡിതന്മാർ, ആചാര്യന്മാർ അതിനെ വ്യത്യസ്ത രീതി വ്യാഖ്യാനിച്ചു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് കാണുന്ന മതസൗഹാർദ്ദ ഫ്രെയിംവർക്ക് ലോകത്തിന് കൊടുക്കുന്നത് നമ്മുടെ
സ്വാമി വിവേകാനന്ദനാണ്. 1893 ലോക മതമഹാസമ്മേളനത്തിൽ പല മതങ്ങളിൽപ്പെട്ട ആൾക്കാർ വന്ന് ഞങ്ങൾ മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളവർ ഞങ്ങളെ സ്വീകരിക്കണമെന്നും പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, വ്യത്യസ്ത നദികൾ സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ നമ്മൾ എല്ലാം ദൈവത്തിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞ് അമേരിക്കയിലെയും ഷിക്കാഗോയിലെയും യൂറോപ്പിലെയും അടക്കം പാശ്ചാത്യ ലോകത്തെ ആൾക്കാർക്ക് ഇന്ന് കാണുന്ന സഹിഷ്ണുതയും സാഹോദര്യവും പകർന്നു കൊടുത്തത് ഒരു ഹിന്ദു സന്യാസിയായ ഇന്ത്യക്കാരനാണ് എന്ന് തിരിച്ചറിയണം. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത് ലോകത്തെ പഠിപ്പിച്ച വിവേകാനന്ദനും ഗാന്ധിജിയും ആണെങ്കിൽ ഈ നൂറ്റാണ്ടിൽ നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഐക്യദാർഢ്യം ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ, ഹിന്ദു ആക്ടിവിസ്റ്റ് നിലയിൽ നന്ദഗോവിന്ദം ഭജൻസിന് പൂർണ്ണ ഐക്യദാർഢ്യം, ആ അമ്പല കമ്മിറ്റിക്കും പൂർണ്ണ ഐക്യദാർഢ്യം. അതിശക്തമായ ഒരു നിലപാട് മുമ്പോട്ട് വെച്ചു. ഈ നാട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഈ ഏകതയാണ് ഞങ്ങളുടെ ശ്വാസം, അതിനെ ഇല്ലാതാക്കാൻ വരരുത് എന്ന് കർശനമായ ഭാഷയിൽ തന്നെ, എന്ന മര്യാദയുള്ള മാന്യമായ ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തു. അതൊക്കെ അതിൽ വലിയ മറുപടി ഉണ്ടോ? രാജു പിന്നാലേക്ക് എത്തും മുമ്പ് കോപ്പിറൈറ്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് കാണിക്കാൻ പറ്റും, ഒരു പാട്ടത് കേൾപ്പിക്കാം. പരമ്പരാഗത അറബിക് സംഗീതവും സമന്വയിച്ചാൽ എങ്ങനെയുണ്ടാകും? നമ്മൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് അതാണ്. രാജു നായർ, ഇത് നന്ദഗോവിന്ദൻ ഭജൻസ് അറബിക്ക് പരമ്പരാഗത സംഗീതവുമായി അവരുടെ പരമ്പരാഗത ഭജൻ ഫ്യൂഷൻ പാടുന്നതാണ്. ഇതൊന്നും ശശികല ടീച്ചർ കേൾക്കണ്ട. രാജു പി നായർ, ഞാനത് പറയാനിരിക്കരുത്, ഇപ്പൊ നിങ്ങളത് കാണിച്ചു തന്നായി. ശരി പോട്ടെ. അത് ഹരീഷ്മി, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഒന്നും എന്താ പറയാ, ഈ സഫിക്സും പ്രീഫിക്സും കണ്ടീഷണാലിറ്റി ഒന്നും കൊണ്ടുവരരുത്. അമ്പലത്തിന് പുറത്തായിരുന്നു, പള്ളിയുടെ എന്ത് അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് പാടി ആർക്കവിടെ എന്താ ചെയ്തം? അവിടെ ഇരുന്ന മനുഷ്യരെ ആവശ്യപ്പെട്ട് ആ മനുഷ്യർക്ക് പ്രശ്നമില്ലാതെ അവിടെ നിന്ന് പാടുന്നത് നാട് ഒരുമിച്ച് നിന്ന് ഒരു സംസ്കാരത്തെ ഒരുമിച്ച് പുൽകുന്നുണ്ടെങ്കിൽ എന്തിനാ നിങ്ങൾ പുറത്തേക്ക് പോയി? ഇപ്പം ഈ പറയുന്ന ഈ വർഗീയ കോമരകൾക്ക് നമ്മൾ അവരുടെ 1% പോലും വഴങ്ങേണ്ട കാര്യമില്ല. അമ്പലത്തിനകത്ത് പാടി, അവിടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് അവർ പാടി. എന്താ കുഴപ്പം? ആർക്കെവിടെ കുഴപ്പം? എത്രയോ പള്ളികളുടെ മുറ്റത്താണ് നടക്കുന്നത്. ഞാൻ പള്ളുരുത്തിയിൽ അഴകിയാക അമ്പലത്തിന്റെ അവിടെ നിന്ന് 50 മീറ്റർ അപ്പുറം ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്റെ കുട്ടിക്കാലത്തെല്ലാം അഴകിയാക അമ്പലത്തിലെ ഗാനമേളകളിൽ എത്രയോ ക്രിസ്തീയ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ സിനിമാ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ആർക്കിവിടെ എന്ത് ചെയ്തുകൊണ്ടായിട്ടുണ്ട്? ഈ പറയുന്ന വിഷജന്തുക്കളെ ഒന്നും നോക്കിക്കൊണ്ട് നമ്മൾ അവരുടെ മേൽ കണ്ടീഷനൊന്നും കൊണ്ടുവരല്ലേ, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് അവരെ സേവ് ചെയ്യുന്ന ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷൻ അൺകണ്ടീഷണലായിട്ട് കേരളത്തിൽ നിന്ന് അവർ മതങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ. ഞാൻ പറയുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾ ഈ രാജ്യത്തെ മുഴുവൻ പിടികൂടി വിഴുങ്ങാൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷയാണ് നന്ദഗോപൻ. ഞാനിവരെ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നവരൊന്നുമല്ല, ഞാൻ അത്തരത്തിലൊന്നും വലിയ താല്പര്യം കാണിച്ചിരുന്നതല്ല. പക്ഷെ അവര് ഇന്ന് നമ്മുടെ പ്രതീക്ഷയാണ്. നമ്മുടെ ഒരു പുതിയ തലമുറ, ഒരു മനുഷ്യരെ മുഴുവൻ ഇത് ആ മതസൗഹാർദ്ദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. കാരണം ഇതാ നിങ്ങളുടെ ശത്രുക്കൾ ഇവരാണ് എന്ന് ജനങ്ങളോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന കുറെ വിശകലമാരല്ല ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് രാഹുൽ അതിനകത്ത് ഒന്നും നോക്കണ്ട, ഇവരെ ഒന്നും നന്നാക്കി കൊണ്ടുവരാൻ പറ്റുന്നതല്ല രാഹുലെ. ഇതൊന്നും നിഷ്കളങ്കമല്ല. ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് 2 IS ഭീകരന്മാരെ പിടികൂടി. രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുന്നതിന് വേണ്ടി, അവിടെ ബോംബ് ആക്രമണം നടത്തുന്നതിന് വേണ്ടി പിടികൂടിയതാ. ഒരു പ്രശ്നമില്ലല്ലോ ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്തറിയോ, പിടിക്കപ്പെട്ട 2 ഹിന്ദുക്കളാ. ഗുരുമൂർത്തിക്ക് ഒരു പ്രശ്നമില്ല. എങ്ങാനും ഒരു അബ്ദുള്ളയോ അല്ലെങ്കിൽ മനാഫോ ആയിരുന്നെങ്കിൽ ഗുരുമൂർത്തിയൊക്കെ ഉറഞ്ഞു തുള്ളിയാനല്ലോ, ഇല്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രദീപ് കുരുൾക്കർ RSSന്റെ വേദിയിൽ പോയി സംസാരിക്കുന്ന, RSSന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിനും ഒറ്റുകൊടുത്തതിനും പിടിക്കപ്പെട്ടത്. ഒരു പ്രശ്നമില്ലല്ലോ, ഇല്ലേ? ദേവേന്ദ്ര ശർമ്മ പുൽവാമ ആക്രമണത്തിൽ അവിടുത്തെ ഭീകരർ താമസിച്ച അയാളുടെ വീട്ടിലാ ദേവേന്ദ്ര ശർമ്മ, ഇല്ലേ? 92 ബോംബെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട കസ്റ്റംസുകാരെല്ലാം ഹിന്ദുക്കളായിരുന്നു. നമ്മൾ ആരെങ്കിലും അവർ ഹിന്ദുക്കളെ ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം ഇവര് പറയുന്നത് പറയാണ്. ഇവര് പറയുന്നത് കൊണ്ട് പറയുന്നത് ഞാൻ പറയില്ലേ, ഇവര് ദേശീയതയെല്ലാം വലിയ ഹൈപ്പർ ദേശീയതയും അതെല്ലാം ഒരു മതവിഭാഗത്തിനെതിരായിട്ട് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോ യാഥാർത്ഥ്യങ്ങൾ ഇതല്ലേ ഹാഷ്മി? എന്താ ഗുരുമൂർത്തിക്ക് അഭിപ്രായം ഇല്ലാതിരുന്നത്? ഗുരുമൂർത്തിക്ക് പോസ്റ്റ് ഇല്ലല്ലോ. IS ഭീകരർ 2 പേര്, 2 ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ്, ഇല്ലേ, അല്ല 3-5 ദിവസം മുമ്പ് ഡൽഹിയിൽ പിടിച്ചപ്പോ പോസ്റ്റ് ഇല്ലല്ലോ, പ്രശ്നമില്ലല്ലോ, ഇല്ലേ? അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനാണെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള പേര് നോക്കി നടക്കുന്നവരാണ് ഇവർ, ഇല്ലേ? അപ്പൊ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ നടത്തുന്നവരോടൊന്നും ഒരു രാഹുൽ ഈശ്വർ അങ്ങയുടെ വിമർശനമല്ല, അങ്ങയുടെ ഇത് ഞാൻ അതിന്റെ സ്പിരിറ്റിൽ എടുക്കുന്നു. പക്ഷേ ഇതൊന്നും നന്നാക്കാൻ കഴിയാവുന്നവരല്ല. ഇവരൊക്കെ ഈ നാടിന്റെ ശത്രുക്കളാണ്.
ഇത്ര വലിയ ശത്രുക്കൾ ഈ നാട്ടിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്ര വലിയ ശത്രുക്കളാണ്, കടും വിഷങ്ങളാണ് ജനങ്ങളുടെ മനസ്സിൽ, പാവപ്പെട്ട ആൾക്കാരുടെ മനസ്സിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കി ഏറ്റവും നന്മയെ പോലും വക്രീകരിക്കാൻ നോക്കുന്ന കടും വിഷങ്ങളാണ്. ഇവരെ ഒന്നും നന്നാക്കാൻ കഴിയില്ല. ഇവരൊക്കെ ഈ നാടിനെ നശിപ്പിക്കാൻ അതനുസരിച്ച് തിരിച്ചു ഞാൻ ഷൈജുവിനോട് പറയാം. ശ്രീ വിദ്യാസാഗർ, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ താങ്കൾ അഡ്രസ്സ് ചെയ്യുന്ന മതത്തിന്റെ അട്ടിപ്പറാവകാശം ആർക്കുമില്ല. മാത്രമല്ല, പാട്ട് കേൾക്കുന്നവരെല്ലാവരും ആ മതത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ടവരും അവർക്കാർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ നമുക്ക് മാത്രം പ്രത്യേകം ഒരു കുരുപൊട്ടേണ്ട കാര്യമില്ല. വിദ്യാസാഗർ ഇല്ല വിദ്യാസാഗർ, ഞാൻ പറയുന്നത് ആ പാട്ട് കേട്ട ആർക്കും അവിടെ പ്രശ്നമില്ലെങ്കിൽ, അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ പുറത്തു വന്ന ഒരാൾക്ക് കുരുപൊട്ടേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഒരു ഹൈന്ദവാശ്രമത്തിൽ ക്രിസ്തുമത ആഘോഷം നടത്തുന്നത് വലിയ അപരാധമായിരിക്കുമല്ലോ വിദ്യാസാഗർ? തീർച്ചയായിട്ടും ആണല്ലോ തീർച്ചയായിട്ടും അപരാധമാണ്. ഒരു കാര്യം പറയാം. ഈ ശ്രീരാമകൃഷ്ണ മഠം അവർ കൊൽക്കത്ത ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്താണ് ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്നും പറഞ്ഞുകൊണ്ട്. അത് ഇപ്പോഴല്ല, ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവില്ല, 80s ആ സമയത്ത് ഹൈക്കോടതി തന്നെ പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങളുടെ എസെൻഷ്യൽ പ്രാക്ടീസ് എല്ലാം ഹിന്ദു ധർമ്മത്തിൻ്റെതാണ്. നിങ്ങളുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു വേദാന്തിക് സോഷ്യലിസ്റ്റ് ആണെന്നാണ്, വേദാന്തം ഹിന്ദു ധർമ്മത്തിൻ്റെതാണെന്ന് ആശ്രമത്തിൽ ക്രിസ്മസ് ആഘോഷം അപരാധമാണോ? ആശ്രമങ്ങളിലെ ക്രിസ്മസ് ആഘോഷം അപരാധമാണോ വിദ്യാസാഗർ? അല്ലാതെ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് അല്ല പിന്നെ ഹാഷ്മി, ഒരു ചോദ്യം ഒരു തവണ ചോദിച്ചിട്ട് ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള മര്യാദ കാണിക്കണം. ചോദ്യം ഞാൻ കേട്ടു, ഇതാണ് ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ ഹൈന്ദവ ആശ്രമത്തിൽ ക്രിസ്തീയ ആഘോഷങ്ങൾ തെറ്റു തന്നെയാണ് ഹിന്ദു മതത്തിൻ്റെ ദൃഷ്ടിപ്രകാരം. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ എന്താ അമ്മ മേരി എന്നൊറ്റ മറ്റേ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, ഈ അമ്മ മേരിയെ ആരാധിക്കരുതെന്ന് ഈ കഴിഞ്ഞ മാസമാണ് വാറ്റിക്കനിലെ പോപ്പ് പിന്നെ ലേഖനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമൃതാനന്ദമയി മഠത്തിലെ ക്രൈസ്തവാഘോഷത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി തള്ളി പറയുന്നുണ്ടോ? പറയട്ടെ, അമൃതാനന്ദമയി മഠത്തിലെ ക്രിസ്മസ് ആഘോഷത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി പൂർണ്ണമായി അപലപിക്കുന്നു, തള്ളി പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും പൂർണ്ണമായും അപലപിക്കുകയും മാത്രമല്ല അമ്മയോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണം ഞാൻ പറയാം കേൾക്കൂ, ഇടയ്ക്ക് പറയരുത്. ആ ഹാഷ്മിയുടെ ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. ഹിന്ദു ധർമ്മത്തിൻ്റെ എൻ്റെ ചോദ്യം നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, ഉപനിഷത്തുക്കളിൽ ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നുണ്ട്, എല്ലാം ഒന്നാണെന്ന്. ഇവരൊക്കെ എല്ലാം ഒന്നിൻ്റെ ആൾക്കാരാണല്ലോ. രാജു പി നായർ പറയുമായിരിക്കും, അൽമായരുടെ ആൾക്കാർ പറയുമോ യേശുവും കൃഷ്ണനും ഒന്നാണെന്ന്? അൽമായരുടെ ആൾ ഇന്ന് ഇവിടുന്ന് പരസ്യമായിട്ട് ടി വിയിൽ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എല്ലാ മതത്തിനും അതിൻ്റെ എസെൻഷ്യൽ പ്രാക്ടീസസ് ഉണ്ട്. ഞാൻ പറയട്ടെ, രാഹുലിനോടല്ല ചോദ്യം. ഞാൻ അൽമായരുടെ ആൾക്കാർ, രാഹുൽ ഹിന്ദു ആണല്ലോ, അൽമായരുടെ ആൾക്കാർ പറയണം. ഹിന്ദുവായി ഞാൻ പറയാം എല്ലാ ഉപാസനാ രീതികളും ഏകമായ ഒരു സത്യത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു മതം ഹിന്ദു മതമാണ്. അപ്പം ഉപനിഷത്തിലല്ലാതെ എല്ലാ ഉപാസനയും ഒന്ന് തന്നെയാണ്, എസെൻഷ്യലി ഒന്നാണെന്ന് പറയുന്ന ഒരു സംസ്കാരം വേറെ ഇല്ല. പക്ഷെ അതുകൊണ്ട് ഇതിൽ യാതൊരു ചട്ടക്കൂടുമില്ല. ഇതിൽ എന്തുമാവാം. ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് ഇസ്ലാമിക ഗാനം പാടാന്നൊക്കെ രാജു പി നായർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ രാഹുൽ ഗാന്ധി ജൂലിയൻ അസേഞ്ചിൻ്റെ കേബിൾ ലീക്കായപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഇസ്ലാമിക് ടെററിസം അല്ല ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹിന്ദു ടെററാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് എന്തു പറയാനാണ്? നൂറുകണക്കിന് സ്ഫോടനം നടത്തി മനുഷ്യന്മാരെ കൊല്ലുന്നവരെക്കാൾ ഇവിടെ പിന്നെ എന്തെങ്കിലും വിമർശനം ഫേസ്ബുക്കിൽ എഴുതണം. എൻ്റെ ഒറ്റ ഈ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ അൽമായക്കാരൻ പറയണം കൃഷ്ണനും ക്രിസ്തു ഒന്നാണെന്ന് പറഞ്ഞാൽ പക്ഷെ അതിവിടെ എന്താണ് ബന്ധം? അവിടെ കൂടിയിരുന്ന പാട്ട് കേട്ട ആൾക്കാരൊക്കെ ആനന്ദിക്കുകയാണ് ആ പാട്ട് കേട്ട്. അത് ഗംഭീരമാണെന്ന് പറയാം. ക്ഷേത്ര കമ്മിറ്റി പറയണം ഒരു പ്രശ്നമെന്ന് പറയാം. ആ പാട്ടിൽ യാതൊരു പ്രശ്നം ആർക്കുമില്ല. ശ്രീ ഗുരുമൂർത്തിക്കും ശ്രീ ആർ വി ബാബുവിനും ശ്രീ ശശികലയ്ക്കും മാത്രം പ്രശ്നമായാൽ അത് ഹൈന്ദവരുടെ പ്രശ്നം എങ്ങനെയാണെന്ന് ആവുന്നേ? നിങ്ങൾക്കാരാ അട്ടിപ്പറ് തന്നെ? നിങ്ങൾക്കാരാ അട്ടിപ്പറ് തന്നെ? വിദ്യാസാഗർ ഗുരുമൂർത്തി, ഇവിടെ 98%, 99.9% നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഈ പാട്ട് കേൾക്കുന്നവരാണ് അല്ലേ? ഇവിടെ 99% നല്ല മുസ്ലിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നവരാണ്, നല്ല ക്രൈസ്തവർ പാട്ട് കേൾക്കുന്നവരാണ്. എന്താ പ്രശ്നം? അട്ടിപ്പർ ആര് തന്നു? അട്ടിപ്പർ ആര് തന്നു? അല്ലല്ല ശ്രീ ഹാഷ്മി, എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞതാണ് അതിലെ കോർ പോയിന്റ്. ആ പോയിന്റ് അഡ്രസ് ചെയ്തേ നമ്മൾ പോകാവൂ. എല്ലാം ഒന്നാണെന്നല്ല, എല്ലാം ഒന്നിലേക്കാണെന്നാണ്. അതായത് നമുക്ക് പലപ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ കൃഷ്ണനും ക്രിസ്തുവും നബിയും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനി ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ വേറൊരാളുടെ സമയത്ത് കയറരുതെന്ന്. ദയവായി ശ്രദ്ധിക്കുക. നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഒന്നാണെന്നല്ല. പറഞ്ഞോട്ടെ, എല്ലാം ഒന്നിലേക്കാണ്.
ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതായത് കൃഷ്ണനും ക്രിസ്തുവും നബിയും ഒന്നാണെന്നല്ല, ഒന്നിലേക്കാണെന്നാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് മതസൗഹാർദ്ദം ഉണ്ടാവില്ല. അതായത് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന കൃത്യം വരി എന്ന് പറഞ്ഞാൽ, അതായത് ഷിക്കാഗോ സ്പീച്ചിലെ വരികളാണ്. വിവേകാനന്ദ സ്വാമികളെ വെർബാറ്റിം കോട്ട് ചെയ്യുകയാണ്. അതായത് വേരിയസ് പാതകൾ. ദയവായി ഇത് കേൾക്കുക. ഇത് വിവേകാനന്ദ സ്വാമിയുടെ 1893 ഷിക്കാഗോ ലോക മതമഹാസമ്മേളനത്തിലെ സ്പീച്ച്. ആർക്കും എടുത്ത് നോക്കാം. വ്യത്യസ്ത നദികൾ, ഞാൻ എന്റെ അവസരമല്ല, അങ്ങയുടെ അവസരത്തിൽ കോട്ട് ചെയ്യൂ. വ്യത്യസ്ത നദികൾ സാഗരത്തിലേക്ക് എത്തുന്നത് പോലെ, വ്യത്യസ്ത ധാരകൾ ദൈവത്തിലേക്ക് എത്തുന്നത് പോലെ നമ്മൾ എല്ലാം ദൈവത്തിലേക്ക് എത്തുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും യാന്ത്രികമായി കപടമായി ഒന്നെന്ന് പറയുകയല്ല, പക്ഷേ വ്യത്യസ്തമാണ്, യുണീക്കാണ്, പക്ഷേ അവർ ഒന്നിലേക്കാണ്. ഈ വ്യത്യാസം പ്രധാനമാണ്. ഇനി സാക്ഷാൽ പോപ്പ് പറഞ്ഞ വരികൾ കൂടെ പറയാം. പോപ്പിന്റെ നോസ്ട്രേ അറ്റേറ്റ്, അത് ശ്രീ ഷൈജു സാറിന് കുറച്ചുകൂടെ കൃത്യമായി പറയുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം എല്ലാ മതങ്ങളിലും there is a ray of truth and God that enlightens all men and women. എല്ലാ മതങ്ങളിലുമുള്ള നന്മയെ പള്ളി തള്ളിക്കളയുന്നില്ല, പള്ളി സ്വീകരിക്കുന്നു, സ്വാംശീകരിക്കുന്നു. ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരുപാട് വിശാലമായ വിശ്വാസത്തിലേക്ക് പോകണ്ട. ഇവിടെ പ്രശ്നം എന്താണ്? നമുക്കിവിടെ വിശാലമായ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് പോകണ്ടെന്നേ. ഇവിടെ പ്രശ്നം ആ കുട്ടികൾ ഒരു പാട്ടുപാടി, നന്ദഗോവിന്ദൻ എന്ന് പറഞ്ഞ മിടുക്കരായ പ്രതിഭകൾ ഒരു പാട്ടുപാടി. ആ പാട്ടിൽ നാട്ടിന് ആർക്കും പ്രശ്നമില്ല. കുറച്ച് വർഗീയ വിദ്വേഷ വിത്തുകൾക്ക് മാത്രം പ്രശ്നം. അത് കേരളത്തിന്റെ പ്രശ്നം അല്ലെന്നേ രാഹുൽ. ആണോ? ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് കപട മതേതരത്വവും വർഗീയതയും തമ്മിലാണ്. അങ്ങനെ വേണ്ട, നമുക്ക് മതസൗഹാർദ്ദമുണ്ട്. അതായത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നാണെന്നല്ല, ഒന്നിലേക്കാണ്. ഇതാണ് വിവേകാനന്ദ. നീ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞു. നേരത്തെ മാതാ അമൃതാനന്ദയുടെ പറഞ്ഞോണ്ട് ഞാൻ ഒരു വരി കൂടെ പറഞ്ഞു തീർക്കാം. എന്റെ കൂടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണാൻ വന്നു. ക്രിസ്ത്യൻ സഭകളിലെ ഒരാളാണ് പുള്ളി. ആദ്യം ഒരു യേശു ക്രിസ്തുവിനെ കൈ കൊണ്ടുവന്നു. അപ്പൊ എന്റെ കൂടെ വന്ന വേറൊരാൾ പറഞ്ഞു, അവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഒരു കവറിലാക്കി, നടന്ന കാര്യമാണ്, അമൃതാനന്ദമയി ദേവിയെ കാണാൻ പോയി. പുള്ളി ഇത് കൊടുത്തില്ല. ഞങ്ങൾ ആ മുറി ചെന്നിരിക്കുമ്പോ അമ്മയുടെ പുറകിൽ യേശു ക്രിസ്തുവിന്റെ അതിന്റെ ഡബിൾ വലിപ്പത്തിൽ വലിയൊരു പ്രതിമയുണ്ട്. അപ്പൊ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇത് അമ്മയെ കാണാൻ പോയതാണ്. ആരാന്ന് കൂടെ പറയാം, മെൽബിൻ, നമ്മുടെ കത്തോലിക്ക സഭയിലെ മെൽബിനെ കൊണ്ടാണ് പോയത്. ഞങ്ങൾ ആദ്യം ശ്രീ വിദ്യാസാഗർ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, അങ്ങയുടെ അവസരത്തിൽ സംസാരിച്ചോളൂ. ഞാനും മെൽബിൻ ചേട്ടനും കൂടെ അമ്മയെ മാതാമൃതാനന്ദയെ കാണാൻ പോയപ്പോ ഞങ്ങളുടെ മനസ്സിലെ വർഗീയത കാരണം ഞങ്ങൾ കൊടുത്ത കാര്യം ഞങ്ങൾ മറച്ചു വെക്കുക. ഞങ്ങളുടെ കൊണ്ടുപോയതിന്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു യേശുക്രിസ്തുവിന്റെ മനോഹരമായ ശില്പം അവിടെ ഇരിക്കുന്നു. നമ്മുടെ ശ്രീ രവിശങ്കർജി ആകട്ടെ, അമൃതാനന്ദമയി ദേവി ആകട്ടെ, ഇവരെല്ലാം ബഹുസ്വരത സ്വീകരിക്കുന്നവരാണ്, മതസൗഹാർദ്ദം സ്വീകരിക്കുന്നവരാണ്. വിവേകാനന്ദ വിദ്യാസാഗർ ഗുരുമൂർത്തിക്ക് അറിയാവോ? പോട്ടെ, ഞാൻ ഷൈജുനോട് പോയിട്ട് വരാം. ശ്രീ ഷൈജു, ഈ പോപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞാണ് എനിക്ക് സംശയം. ഇല്ല, ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം ഷൈജുനോട് ചോദിച്ചു വരാം. താങ്കൾ പറഞ്ഞ വാക്ക് താങ്കൾ പാലിക്കണം. താങ്കൾ ചോദിച്ചത് ഇത് എന്റെ കൂടെ താങ്കളുടെ സംസാരിച്ചപ്പോ ഞാൻ താങ്കൾ പറഞ്ഞ താങ്കൾ പാലിക്കണമെന്ന്. താങ്കൾ എന്തിനാണ് ഇത്ര അസ്വസ്ഥത? എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്, എന്താണ് കൃഷ്ണനും ക്രിസ്തുവും ഒന്നാണോ? അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ഇൻ്റർ റിലീജിയസ് കോൺവെർസേഷന് വേണ്ടി ഒരു കോൺഗ്രിഗേഷൻ, ഒരു മന്ത്രിസഭ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സഭയുടെ പേരാണ് കത്തോലിക്ക സഭ. ഇൻ്റർ റിലീജിയസ് ഡയലോഗിന് വേണ്ടി മാത്രം ഒരു മന്ത്രിസഭ, ഒരു വലിയ ബിൽഡിംഗ്, ഒരു വലിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അവർ ലോകത്തുള്ള സകല മതങ്ങളോടും പോയി സംസാരിക്കുകയാണ്. അവരോട് ചെന്ന് പറയുകയാണ്, നിങ്ങളുടെ മതത്തിലും ഞങ്ങളുടെ മതത്തിലും നന്മയുണ്ട്, ഈ നന്മയെ പരസ്പരം സ്വീകരിക്കണം. നിങ്ങൾ ആദ്യം സഭ എന്താണെന്ന് പഠിക്കണം. പണ്ട് മതത്തിൻ്റെ പേരിൽ കൊല്ലും കൊലയും ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങളങ്ങനെ പറയരുത്. ആ കാലത്ത് നിന്ന് സഭകൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. ഗുരുമൂർത്തി അത് ഗുരുമൂർത്തി മിണ്ടാതിരിക്കുന്നു, ഞാൻ പറയട്ടെ എന്ന്. ഗുരുമൂർത്തി അത് മനസ്സിലാക്കണം. ആദ്യം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടി. ഒന്നും മിണ്ടാതിരിക്കും ഗുരുമൂർത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് പറയൂ.
നിങ്ങൾ അല്പം ഉത്തരം പറയൂ മര്യാദ സർ. ആരാണ് കാണിക്കൂ. യുദ്ധങ്ങൾ തുടങ്ങി വെച്ചത്? നിങ്ങൾക്ക് എന്താ മതയുദ്ധങ്ങൾ. മര്യാദ മതയുദ്ധങ്ങൾ ഇല്ലാത്തത്? തുടങ്ങി വെച്ചത് കത്തോലിക്ക സർ, സഭ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ മര്യാദ ഇല്ലാത്തതെന്ന്? നിങ്ങൾ പറയട്ടെ, ഇതൊക്കെ പറയട്ടെ. മര്യാദ കെട്ട ആദ്യം അത് മനസ്സിലാക്കണം. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഗുരുമൂർത്തിയുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചിന്ത. ഇതിനു മുമ്പ് ഞാനൊരു 24 ചാനലിലെ തന്നെ ഒരു ചർച്ചയ്ക്കിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വചസ്പതി പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. മറ്റൊരർത്ഥത്തിൽ മറ്റു മതങ്ങളെ ഞങ്ങളങ്ങ് ടോളറേറ്റ് ചെയ്യുകയാണെന്നാണ് ഈ പറഞ്ഞത്. ഈ ടോളറേറ്റ് ചെയ്യുക, ഞങ്ങൾ മറ്റു മതങ്ങളെ സഹിക്കുകയാണ് എന്ന ഒരു ചിന്താഗതി വളർത്തിയെടുക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. അവിടെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രശ്നം. അവരുടെ ധാരണ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സിഖിനെയും പാഴ്സിയെയും ബാക്കിയുള്ളവരെയും എല്ലാം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഈ അതിതീവ്ര ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഗുരുമൂർത്തിയെ പോലെയുള്ള ചില ആളുകളുടെ ധാരണ മറ്റുള്ളവരെയൊക്കെ ഞങ്ങളങ്ങ് സഹിക്കുകയാണെന്നാണ്. താങ്ക് യു. നിങ്ങൾ കഷ്ടപ്പെട്ട് സഹിക്കുകയല്ല, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആ മനോഭാവം, നിങ്ങളുടെ രാഷ്ട്രീയം പുറത്തേക്ക് വന്ന സമയം മുതൽ നിങ്ങൾക്ക് ഇത്തരം ഒരു മനോഭാവം ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. യു ഡോണ്ട് ഹാവ് ടു ടോളറേറ്റ് അസ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളിപ്പോൾ ഉണ്ടായ സംഭവത്തെ, നന്ദഗോവിന്ദം ഭജൻസുമായി ഉണ്ടായ സംഭവത്തെ കണ്ണ് തുറന്ന് കാണണം. അത് കണ്ണ് തുറന്ന് കാണുമ്പോൾ മനസ്സിലാകും കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു മനസ്സ് മതസൗഹാർദ്ദത്തിനൊപ്പമാണ്. നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ അത്തരം മനസ്സില്ലാതെ വിഷചിന്തകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് അത് മനസ്സിലാവുന്ന സമുദായം തന്നെയാണ് എല്ലാ സമുദായങ്ങളും. രാജു പി നായരിലേക്ക് ഞാൻ ശ്രീ ഗുരുമൂർത്തി, താങ്കൾ ഒരു അമൃതാനന്ദമയി ഭക്തനാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ യേശുവിന്റെ ചിത്രം റൂമിലിരിക്കുന്ന അമൃതാനന്ദമയിയോട് അങ്ങേക്കുള്ള വികാരം എന്താണ്? മാറ്റി മാറ്റി ചോദിക്കാതെ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സമ്മതിക്കണം. ചോദ്യങ്ങൾ മാറ്റി മാറ്റി ചോദിക്കാതെ ആദ്യം ചോദിച്ച ചോദ്യം ഉത്തരം പറയാൻ സമ്മതിക്കൂ പ്ലീസ്. ഒന്ന്, ഞാൻ പറയാം, എനിക്ക് 3 കാര്യങ്ങൾ പറയാൻ സമയം തരണം. എൻ്റെ ശബ്ദം വളരെ ലോ ആയിട്ടാണ് കേൾക്കുന്നത്, എല്ലാവരും എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ദയവേത് ശബ്ദം കുറച്ച് വെക്കരുത്, എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനത്തെ വൃത്തികേടുകൾ ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഒന്ന്, ഇവിടെ ഞാൻ നേരത്തെ വായിച്ച ഡയോസിസ് ഓഫ് നെയ്യാറ്റിൻകര പറയട്ടെ, കേട്ടോളൂ. ഞാൻ പറയാനൊന്ന് ദയവേത് കേൾക്കൂ ഹാഷ്മി. ഡയോസിസ് ഓഫ് നെയ്യാറ്റിൻകര പുറപ്പെടുവിച്ചിരിക്കുന്ന 2ാം വാറ്റിക്കൻ കൗൺസിലിൻ്റെ നിയമങ്ങളിൽ 3ാമത്തെ പോയിന്റ് കൂടി ഞാൻ വായിക്കാം. 3ാമത്തെ പോയിന്റ് എല്ലാവരും കേൾക്കണം. ഇവിടെ അൽമായ സമിതിക്കാരനും രാജു പി നായർ എന്ന ക്രിപ്റ്റോ ക്രിസ്ത്യനും കൂടി കേൾക്കണം ഇത്. അതായത് ശബ്ദവും വെളിച്ചവും, 3ാമത്തെ പോയിന്റാണ്, ശബ്ദവും വെളിച്ചവും ദീപാലങ്കാരങ്ങൾക്കായി വൻതുക മുടക്കുന്ന പ്രവണത അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. തിരുനാളിനെക്കുറിച്ചും തിരുകർമ്മങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകളും ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമല്ലാതെ ആത്മീയ ചൈതന്യത്തിന് നിരക്കാത്തതൊന്നും ഉച്ചഭാഷണിയിലൂടെ കേൾപ്പിക്കരുത്. പള്ളിയിലേക്കുള്ള നിർദ്ദേശമാണ് ഈ ഡയോസിസ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്രിസ്തീയ ഭക്തിഗാനങ്ങളല്ലാതെ ഒന്നും തന്നെ അവിടെ പാടാൻ പാടുള്ളതല്ലെന്നാണ് അവരുടെ ഡയോസിസ് ഓഫ് നെയ്യാറ്റിൻകര എന്താണ് റെവറൻഡ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ, നിങ്ങൾക്ക് അന്വേഷിക്കാം, ബിഷപ്പ് ഓഫ് നെയ്യാറ്റിൻകര പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഞാൻ ഹാഷ്മിക്ക് അയച്ചു തരാം. 1ാമത്തെ പോയിന്റ് അതാണ്. 2ാമത്തെ പോയിന്റ്, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ മറ്റു മതങ്ങളെ പറ്റി പഠിക്കാനും മറ്റു മതങ്ങൾക്ക് ശാന്തി ഉണ്ടാക്കാനും വേണ്ടി സമാധാനപ്രിയരായ അയാളും ഉണ്ടായിരിക്കാൻ പറയും. ഞാൻ പറയട്ടെ, ബാലൻസിംഗ് പറയുന്നതാണ്, പക്ഷെ അതൊരു ബന്ധമില്ല. അതുമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ബാലൻസിംഗിന് പറയാമെങ്കിലും ബന്ധമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ബന്ധമുണ്ടല്ലോ. കാരണം നിങ്ങളല്ലേ പറഞ്ഞ അമ്പലത്തിനകത്ത് വെച്ചും ക്രിസ്തീയ ഗാനം പാടാമെന്ന്. അമ്പലത്തിനകത്ത് വെച്ചും ക്രിസ്തീയ ഗാനം പാടാമെന്ന് പറഞ്ഞൊരു മനസ്സിലാക്കണം. നിങ്ങളുടെ ബിഷപ്പുമാര് നിങ്ങളുടെ സ്വകാര്യ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ അമ്പലത്തിൽ പൂജിച്ച പ്രസാദം പോലും കഴിക്കരുത് പറയുന്നതാണ്. എനിക്ക് അനവധി. രണ്ടാമത്തത്, അല്ല, നിങ്ങൾ അത് പറയുന്നേ ഗുരുമൂർത്തി രാജു പി നായർ കേൾക്കണം. ക്രിപ്റ്റോ കൃഷ്ണ രാജു പി നായർ ഒന്നല്ല എന്നുള്ളത് ഇപ്പം അൽമായ മിണ്ടിയില്ലല്ലോ.
അതെന്താ trick question? ഇപ്രാക്കാരൊക്കെ വാലുമുക്കി ഓടിയല്ലോ. പാടിയത്. ഏകം സത്യം ഇപ്രാക്കാരൊക്കെ വാലുമുക്കി ഓടിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ ഇവിടെ അമ്പലത്തിനകത്ത് നന്ദഗോവിന്ദം വെച്ചാണോ ഇത് ഭജൻകാർ പാടിയത്? സ്ട്രാറ്റജിക് ഷിഫ്റ്റ് എടുത്തു. എല്ലായിടത്തും പരിപാടി കിട്ടാൻ വേണ്ടിയിട്ടും വീസ ഒപ്പിക്കാൻ വേണ്ടിയിട്ടും അവര് ഹിന്ദു അയ്യേ. ക്ഷേത്രങ്ങളിലൂടെ വളർന്നു വന്നിട്ട് അയ്യേ, അങ്ങനെ ലോ ആവല്ലേ? അവന്റെ അയ്യേ. വയറിനുള്ളിൽ. നിങ്ങൾ അല്ല, എന്ത് അയ്യ അങ്ങനെ ലോ ആയി പോലെ നിങ്ങളാണ് ലോ എന്ന്. അങ്ങനെ ലോ ആയി പോലെ എന്താ നന്ദഗോവിന്ദന്മാർക്ക് ഒരു വിസ കിട്ടാൻ വേണ്ടിയാണോ? നന്ദഗോവിന്ദന്മാർക്ക് ഒരു വിസ കിട്ടാൻ വേണ്ടിയാണോ? എന്റെ പൊന്നു ഗുരുമൂർത്തി എന്തുവാ പറയുന്നത്? അതായത് വിസ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ കേട്ടോളൂ, ഗോവൻ ഇൻക്വിസിഷനെ പറ്റി ഡോക്ടർ ഡെലനും ഡോക്ടർ ബുക്കൻ എഴുതിയ പുസ്തകം വായിച്ച ആർക്കും മനസ്സിലാവും ക്രിസ്ത്യാനിയുടെ ഉള്ളിലിരിക്കുന്ന മതവിദ്വേഷം എത്രത്തോളം ഉണ്ടെന്ന്. അതാരും നമ്മളെ പുതുതായിട്ട് പഠിപ്പിക്കണ്ട. അപ്പൊ ഞങ്ങളെ സമാധാനം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ കുരിശുദ്ധം നടത്തിയ ഈ നിഷ്ഠുരമായ സഭ ഒന്നിനും പുറപ്പെട്ട കാര്യമൊന്നുമില്ല. അത് മനസ്സിലാക്കാൻ പക്ഷേ ആ യേശു ക്രിസ്തു അമൃതാനന്ദമയുടെ കൂടെ ഇരിക്കുക. പറയണ്ട. അല്ല, പക്ഷേ ആ യേശു ക്രിസ്തു അമൃതാനന്ദമയുടെ റൂളിലുണ്ട്. ആ യേശു ക്രിസ്തു ഈ യേശു ക്രിസ്തു രണ്ടൊന്നല്ല, ഒന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ നൂറ്റാണ്ടിലേക്ക് വരൂ. യേശു ക്രിസ്തു അല്ല, വിട്ടേക്ക്. അല്ല, രാജുപിതാർ എന്താണ്? രാജുപിതാർ ക്രിസ്ത്യ ക്രിസ്ത്യൻ ആണോ? നിങ്ങൾ അന്നത്തെ കാലത്ത് ജീവിക്കേണ്ടത് അല്ല സാധാരണ ആ ഹാഷ്മി എന്തായാലും ഗുരുമൂർത്തി എനിക്ക് എപ്പം ലൈറ്റർ നോട്ട് എന്നെ സാധാരണ സുഡാപ്പിന്നാ വിളിക്കാറില്ല RSSകാര്. സാധാരണ എന്നെ സുഡാപ്പിന്നാ വിളിക്കാറില്ല. അവരിപ്പോ ക്രിസ്ത്യാനിയാക്കി മാറ്റി. എന്തായാലും ഇടയ്ക്ക് കേക്കൊക്കെ വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക്. വേറെ വല്ല പണിയുണ്ടാന്ന് നോക്ക് ഗുരുമൂർത്തി. വേറെ വല്ല പണിയുണ്ടാന്ന് പോയി. പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി ഹിന്ദു മിസ്റ്റർ വിഷം ഒരിക്കലും ഹിന്ദു ടെറർ വാങ്ങില്ല. എന്നാൽ ഹിന്ദു രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? രാഹുൽ ഗാന്ധി ആ ലീഗ്സിനകത്ത് പറയുന്നത് അദ്ദേഹത്തോട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ടെററിസത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ടെററിനേക്കാൾ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ ഗംഭീരമായ സംഗീതത്തിൽ എന്ത് ഗോവൻ ഇൻക്വിസിഷൻ? അങ്ങേയറ്റം ഭീകരമായ മതങ്ങൾ, അങ്ങേയറ്റം ഭീകരമായ നന്ദഗോവിന്ദന്റെ കുട്ടികൾ മനോഹരമായി പാടി. ആ പാട്ട് ആൾക്കാർ ആസ്വദിച്ചു, എല്ലാവരും വൈറലാക്കി. എന്തോ ഇൻക്വിസിഷൻ രാജുപിതാർ പറഞ്ഞു പൂർത്തിയാക്കും. എനിക്ക് സംസാരിക്കാൻ ഗ്ലോബലെങ്കിൽ അവരുടെ കഴിവിന് കിട്ടുന്ന അംഗീകാരം അത് അവരുടെ മിടുക്ക്. നിങ്ങളുടെ അതൊരു അസൂയ എന്നല്ലേ പറയുന്നത്? ഗുരുമൂർത്തി അതിന് പറയുന്നത് അസൂയ എന്നല്ലേ പറയുന്നത്? അല്ലല്ല, അതിന് പറയുന്ന അസൂയ എന്നല്ലേ പറയുന്നത്? അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതിനാണെങ്കിൽ, അവർക്ക് കൂടുതൽ വേദികൾ കിട്ടുന്നതിനാണെങ്കിൽ, അവർക്ക് വിസ കിട്ടുന്നതാണ് പ്രശ്നമെങ്കിൽ അതിനെ വിളിക്കേണ്ടത് കുറച്ച് ചെറുപ്പക്കാർ നന്നാവുന്നതിലുള്ള അസൂയ എന്നല്ലേ പറയേണ്ടത്? ഈ പ്രശ്നമൊന്നുമല്ലല്ലോ. അപ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിന് മറുപടി പറയാൻ സമയം തരണം. പാൻഡിമോണി ആവില്ലേ ഗുരുമൂർത്തി? നിങ്ങൾ പാൻഡിമോണി ആവില്ലേ? പാൻഡിമോണി ആവല്ലേ? അന്നത്തെ ലീഗ്സ് കേക്കു. അന്നത്തെ ലീഗ്സിൽ രാഹുൽ ഗാന്ധി ഹോം ഗ്രോൺ ടെററിനെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് റോമിയർ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ശക്തി പ്രാപിക്കുന്നു. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ കീഴിൽ ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ടുള്ള ഈ മുസ്ലിം സംഘടനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ അല്ലുമ മാത്രമാണ് ഇന്ത്യയിൽ ജനിച്ച സംഘടന. അതേസമയം മഹാത്മാഗാന്ധിയെ കൊന്ന ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നന്ദഗോവിന്റെ കുട്ടികൾ മനോഹരമായൊരു പാട്ട് പാടി. ആ പാട്ട് നാട്ടുകാർക്ക് മൊത്തം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത കുറച്ച് പേർ അതിനെതിരെ എന്തൊക്കെയോ പറയുന്നു. കേരളം അതിനെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയുന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇൻക്വിസിഷനും ഇല്ല, പാൻഡമോണിയും ഇല്ല, ഒന്നുമില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.